എന്നെ രക്ഷിക്കണേ. സൈലന്റ് ആയിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എന്റെ കുടുംബക്കാരെ രക്ഷിക്കണേ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണെന്ന് കരുതുക. എനിക്ക് അപകടമൊന്നും വരുത്തരുതേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. നീല കളറുള്ള ആന കണ്ടോ? ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ മനസ്സിൽ കണ്ടോ? കണ്ടല്ലോ. കണ്ടു. എൻ്റെ അമ്മയ്ക്കൊക്കെ വലിയ പേടിയാണ്. കാര്യം പൈസ ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതെന്ന് പൊട്ടും, ഇതെന്ന് പൊട്ടും. കൃത്യമായിട്ട് പൊട്ടി, കൃത്യമായിട്ട് തകർന്നു വീണു. ഫോൺ എടുക്കാൻ പേടിയായിരുന്നു. സൂര്യൻ ഉദിക്കരുത് എന്ന് ചിന്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. പണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈഗോയും അഹങ്കാരമൊക്കെ ഇങ്ങനെ വന്ന് തലയ്ക്ക് മേലെ കയറുമല്ലോ. ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് സക്സസ്സിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ മുന്നേ ഒന്നോ രണ്ടോ തവണ നമ്മൾ വീഴും. വലിയ വീഴ്ചയായിരുന്നു. എൻ്റെ 27ാമത്തെ വയസ്സിലാണ് ഞാൻ ആ വീഴ്ച വീണത്. ഏകദേശം 1 കോടിയോളം ബാധ്യത. അതിൻ്റെ ഇടയിൽ എനിക്ക് ബമ്പർ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വൈശാഖനാണ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാൻ ഒത്തിരി റീൽ കണ്ടിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം എനിക്കൊന്ന് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ എന്താ പറയുക, ഫാസ്റ്റായിട്ടുള്ള ജീവിത രീതിയിൽ ആളുകൾക്ക് എപ്പോഴും കുറുക്ക് വഴികളാണ്. അല്ലെങ്കിൽ എന്തും നമുക്കിപ്പോൾ ഈ പറയല്ലേ, നമ്മൾക്കൊരു ഫുഡ് പോലും ഓർഡർ ചെയ്യാൻ ഒരു ഫോണിൽ കൂടെ പറ്റുന്ന ഒരു കാലഘട്ടത്ത്, പണ്ട് നമ്മൾ അവിടെ ചെന്ന് പാഴ്സൽ മേടിക്കണം എന്നുള്ളത് മാറിയിട്ട്, അപ്പോൾ ഇന്നത്തെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതും ഈ ആളുകളെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കുക, അതായത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഓടി, അതിന് നല്ല നെഗറ്റീവാണ്, എന്തോ ഒരു പൈസയുടെ കാര്യം എന്തോ ആണ്. മോർണിംഗ് ക്ലബ്ബ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ലൈഫിൽ പ്രൂവ് ചെയ്തതിന് ശേഷമാണോ ഇങ്ങനെ ഈ ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിന് കൊടുക്കുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 18ാമത്തെ വയസ്സിന് മുൻപ് തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബുക്കുകളായിക്കോട്ടെ, ട്രെയിനിങ് സെഷൻസ് ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് വന്ന് ബിസിനസ് ഒക്കെ ആയി എടുത്തത്. ആ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ബമ്പർ പ്രൈസ് വന്നിട്ടുണ്ട്. വളരെ സീറോയിൽ നിന്നും എനിക്ക് വലിയ തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലത്തെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എക്സ്പീരിയൻസസിലൂടെയൊക്കെ തന്നെയാണ് ഇത് പ്രൂവ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഞാനിത് 100%, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഒരു സക്സസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ആ സക്സസ് കംപ്ലീറ്റ്ലി ഇല്ലാതായി. ആ ഇല്ലായ്മയിൽ നിന്നും വീണ്ടും ഞാൻ കെട്ടിപ്പൊക്കിയത് ഈ പറയുന്ന ഈ പ്രിൻസിപ്പിൾസ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തന്നെയാണ്. ചേട്ടാ, അതിൽ തന്നെയും മാനിഫെസ്റ്റേഷൻ, അതായത് നമ്മൾ അതിന് മലയാളമായിട്ടുള്ള എങ്ങനെയായിരിക്കും പറയുന്നത്, അതായത് ഉപബോധ മനസ്സിൽ നമ്മളിത് ഡ്രീം ചെയ്യുക. അതായത് പണ്ട് കാലത്തെ നമ്മളോട് പറയുന്നത്, നിനക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നീ അവിടെ എത്തപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ ആൽക്കമിസ്റ്റിനകത്ത് പറയുന്ന പോലെ നിനക്ക് എന്താണോ ഉള്ളത് ഈ പ്രപഞ്ചം കൂടെ നിൽക്കുമെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേർഡാണ് കേട്ടോ, യൂണിവേഴ്സിനോട് നന്ദി പറയുക. നമ്മൾ വേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെയും യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്ന് പറയുന്നത് അതൊരു വലിയ താങ്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആസ് എ പേഴ്സൺ. ബാക്കി ആരുടെയും കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ ഇന്ന് ഫുള്ള് ജീവിക്കേണ്ടതും ജനിക്കേണ്ടതൊക്കെ ഈ യൂണിവേഴ്സ് ഇന്ന് നമ്മളെ ഉണർത്തിയല്ലോ. എത്രയോ പേര് ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നു, മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ട്, മറ്റേ APJ സർ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന നല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് നമ്മൾക്ക് ഒരാൾക്ക് വർക്കൗട്ട് ആക്കാൻ കഴിയുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾ പഠിക്കുന്നു, പല കാര്യങ്ങൾ പഠിക്കുന്നു. ഓഫ് കോഴ്സ് നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 18 വയസ്സ് കഴിഞ്ഞ് നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. ഈ കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇവർ തളർന്നു പോകാറില്ലേ? നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ തളർന്നു പോകാറില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല, ജീവിക്കാൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല നമ്മളുടെ ഈ പറയുന്ന സോ കോൾഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഞാൻ തെറ്റല്ല, കുറ്റമല്ല പറയുന്നത്. പക്ഷെ അവിടേക്ക് നമുക്ക് ജീവിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ. ആ ജീവിക്കാൻ പഠിക്കുന്നതല്ല ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സയൻസ് ഭൂഗുരുത്വാകർഷണ ബലം പോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി മാത്രം നടക്കുക എന്നുള്ളതല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മളുടെ ജീവിതത്തിൽ ഡെസ്റ്റിനി ആയിട്ട് വരും എന്നുള്ളതാണ്.
നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മളത് നെഗറ്റീവ് തിങ്ക് ചെയ്താൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് തിങ്ക് ചെയ്താൽ പോസിറ്റീവ് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ മെജോറിറ്റി ആളുകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ? ക്യാമറയുടെ മുന്നേറ്റൊക്കെ പറയണോ? ആസ് എ പേഴ്സൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നെഗറ്റീവാണ് പലപ്പോഴും. പക്ഷെ ഞാൻ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ സ്കൂട്ടാവും. അല്ല, അതൊക്കെ നമ്മൾ മാറുന്നു. പക്ഷെ മെജോറിറ്റി പേഴ്സ്പെക്റ്റീവ് ആണ്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾക്ക് അതൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. ഈ നെഗറ്റിവിറ്റീസ് നമ്മുടെ 5 സെൻസസിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ, ഇതിൻ്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസിലേക്ക് പ്രിന്റിങ്സ് വരികയാണ്. ചാപ്പകുത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ പ്രിന്റിങ്സ് വരികയാണ്. അതാണ് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നത്. ഈ ശീലങ്ങൾ ബിൽഡാവുന്നത്, ഈ ചിന്തകൾ ബിൽഡാകുന്നത് നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ടച്ച് ചെയ്യുന്ന, സ്മെല് ചെയ്യുന്ന, ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ്. ഓക്കെ, ഇതിൽ നെഗറ്റീവ് വന്ന് ആ പ്രിന്റിങ്സ് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും ചിന്തിക്കുന്നത് രാവിലെ 2 മിനിറ്റ് നേരം എന്തോ ഇരുന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കും. അങ്ങനെയല്ല. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നു, റിപ്പീറ്റഡ്ലി എന്ത് തിങ്ക് ചെയ്യുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഇതിന് നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല ടെക്നിക്സും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ചിന്തകൾ ഡീവിയേറ്റ് ആകുമ്പോൾ അങ്ങനെയല്ല, ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ചിന്തിക്കൂ എന്നുള്ളത്. ചിന്തകൾ ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തേനൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ പോസിറ്റീവ് ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു കഥ, ചിന്തയുടെ കാര്യം. ഒരു ബുദ്ധൻ്റെ അടുത്ത്, ചേട്ടാ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബുദ്ധൻ്റെ അടുത്തിട്ട് ഒരു വലിയൊരു പണക്കാരൻ വന്നിട്ട് ചോദിക്കും, എനിക്കും ഇങ്ങനെ എന്ത് ചെയ്യണം, ബുദ്ധനെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധൻ പറയും, ആയിക്കോട്ടെ, ബുദ്ധനെ പോലെ എല്ലാം ചെയ്യും. അപ്പോൾ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധനോട് ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് 1 മാസം കഴിഞ്ഞ് വാ. പോയിട്ട് വരുമ്പോൾ നീ ഒരിക്കലും ചാടുന്ന കുരങ്ങനെ കുറിച്ച് ഓർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് വന്നു. പുള്ളി വന്നിട്ട് ബുദ്ധനോട് ഭയങ്കര ദേഷ്യം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ എന്തിനാ ലാസ്റ്റ് അങ്ങനെ പറഞ്ഞത്, ചാടുന്ന മറ്റെന്താ കുരങ്ങനെ കുറിച്ച് ഓർക്കരുത്, ഞാനത് മാത്രമേ ഓർത്തുള്ളൂ. ഇപ്പം ചേട്ടൻ ചിന്തയിലേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ എന്ത് അരുതെന്ന് പറയുന്നു അതാണ് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. അതിലേക്ക് തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യും. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പോസിറ്റീവ് അല്ല ആപ്ലിക്കബിൾ ആവുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഒരു ഉദാഹരണമാണല്ലോ, അത് ചിന്തിക്കരുതെന്ന് പറയാം. ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് നീല കളറുള്ള ആന കണ്ടോ? ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോൾ മനസ്സ് കണ്ടോ? കണ്ടല്ലോ. കണ്ടു. നമ്മളുടെ മൈൻഡ് അങ്ങനെയാണ്. നമ്മളെ മൈൻഡിന് റിയാലിറ്റി എന്നുള്ളതില്ല. നമ്മൾ ഇപ്പം അരുത് എന്ന് പറയുന്ന ഒരു പാറ്റേൺ അവിടെ ഇല്ല. ഇതിന് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയാം. യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് അത് പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, തമിഴന്മാര് തമിഴിൽ പ്രാർത്ഥിക്കുന്നു, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മൂപ്പർക്ക് എല്ലാം അറിയാം. നമ്മൾ മൂപ്പർ അല്ലെങ്കിൽ സോ കോൾഡ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ ആയിക്കോട്ടെ, ഇതിനെല്ലാ ലാംഗ്വേജ് അറിയുന്നുള്ളതാണോ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം എങ്ങനെയായിരിക്കും? മനസ്സിലായി. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ അമ്മ എന്ന് പറയുന്ന സമയത്ത് എന്താ വന്നത് ഇപ്പോൾ മൈൻഡിൽ? ആ ലെറ്റേഴ്സ് ആണോ വന്നത്? അല്ല, എൻ്റെ അമ്മ ആണല്ലോ. ഈ വിഷ്വൽസും ഇമേജസുമായിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ അരുത് എന്ന് പറയുന്ന സമയത്ത്, കുരങ്ങനെ കാണരുത് എന്ന് പറയുന്ന സമയത്ത് ആ അരുതിന് അവിടെ പ്രസക്തി ഇല്ല. കുരങ്ങനെ കാണരുത്, കുരങ്ങനെ ഓർക്കരുതിന് പ്രസക്തി ഇല്ല. ഇത് ഓർക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ബുദ്ധനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് തന്നെ ബുദ്ധൻ എങ്ങനെയാണല്ലോ ശ്രീ ബുദ്ധൻ എങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ കുരങ്ങൻ വന്നു കയറുന്നതാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മളുടെ ഈ ചിന്തകൾ
ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകുന്നത് വിഷ്വൽസിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ അരുതിന് പ്രസക്തി ഇല്ല എന്നുള്ളതിന് പ്രസക്തി ഇല്ല. ഇത് ഇങ്ങനെ തന്നെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? ചില ആളുകൾ അമ്പലത്തിൽ പോയിട്ടും പള്ളിയിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? കുറെ ആളുകൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഈ സൈലന്റ് ആയിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എന്നെ രക്ഷിക്കണേ, എൻ്റെ കുടുംബക്കാരെ രക്ഷിക്കണേ. അതിനേക്കാളൊക്കെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണെന്ന് കരുതുക. എനിക്ക് അപകടമൊന്നും വരുത്തരുതേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ ഇതാക്കുന്നത്. ഈ പറയുന്ന ലാംഗ്വേജ് അറിയാതെ പ്രാർത്ഥിക്കുന്നതിനെ കൊണ്ടാണത്. മനസ്സിലായല്ലേ? അപ്പം ബുദ്ധൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ടാവുക. അല്ല, നമ്മളിങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ഈ അരുതെന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. നമ്മളാണെങ്കിലും ഇപ്പം ഞാനതിനൊരു ഉദാഹരണം പറയാൻ, കഴിഞ്ഞിടെ ചേട്ടൻ്റെ ഒരു രണ്ട് സാധനം ഞാൻ കണ്ടിട്ട് ഞാൻ ടെക്നിക്ക് ഇത് നോക്കി. എന്നിട്ട് എൻ്റെ 1 ഡേ കൊണ്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു സാധനം, 24 hours, പിന്നെ എന്താണ് ഒരു 48 hours കൊണ്ട് പൈസ കിട്ടുന്നത്. അപ്പം എനിക്കറിയാം ഈ 2 സോഴ്സും എനിക്കുണ്ട്. അത് ഏത് ഡേ ആണെന്ന് മാത്രം എനിക്കറിയില്ല. അതായത് നെക്സ്റ്റ് ഡേ എനിക്ക് പൈസ കിട്ടാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും ഇങ്ങനെ പരിശീലിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചു. വെച്ചാൽ നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് ഫണ്ട് വരാനുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഫണ്ട് ഇടണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഫണ്ട് ഇടരുത്, ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി എങ്ങാനും മറ്റേ നമ്മൾ പറയത്തില്ലേ, വേറെ രീതി കിട്ടിയാലോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, ബിരിയാണി കൊടുത്താലോ. അതന്നെ സീരിയസ്ലി മനുഷ്യനല്ലേ. ഞാൻ പറയണ മനസ്സിലാണ്ട്. എനിക്കറിയാം എനിക്ക് ആ സോഴ്സ് ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയോട് ഇച്ചിരി കടം ചോദിച്ചു, പൈസ ഇപ്പൊ ഇടണ്ടെന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ വേറെ ആരെങ്കിലും എനിക്ക് തരാനുണ്ടെങ്കിലോ, ഞാൻ അങ്ങനെയാ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ എഴുതി വെച്ചിട്ട് അന്ന് ഈ 20 മറ്റേ പൈസയുടെ കാര്യം ചേട്ടൻ പറയുന്നത് 24 മണിക്കൂർ നിങ്ങളത് ആലോചിക്കണം. നാളെ പൈസ നിങ്ങൾ നന്ദി, അതായത് ആ പൈസ കിട്ടിയതായിട്ട് നിങ്ങൾ പറയണം, പൈസ കിട്ടിയതിനോട് നന്ദി പറയണം. അതൊക്കെ. മറ്റേത് ഗിഫ്റ്റ് മറക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ രാവിലത്തെ എഴുതി വെച്ചല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് അപ്പം ഞാൻ ആരായിരിക്കും എനിക്ക് ഗിഫ്റ്റ് തരാനുള്ളത്? എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടും. കാരണം ഞാൻ നെക്സ്റ്റ് ഡേ 48 hours നെക്സ്റ്റ് ഡേ 24 hours എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയാം. ഗിഫ്റ്റ് അല്ലെങ്കിൽ പോലും എനിക്കൊരു നാരങ്ങ മുട്ടായി എങ്കിലും കിട്ടും, എനിക്ക് ഷുവറാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് മറന്നു. എന്നിട്ട് ഞാനൊരു ട്രിപ്പ് പോയിട്ട് വൈകുന്നേരം വന്നു. ഞാൻ എഴുതി വെക്കുന്നത് തലേന്ന് രാവിലെയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗിഫ്റ്റ് കിട്ടി, സാധനം കിട്ടി. ഒരു ചുരിദാറാണ്, അറൗണ്ട് 2500-3000 രൂപ വിലയുള്ള ഒരു ചുരിദാർ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം, അതുകൊണ്ട് എമൗണ്ടൊക്കെ ഞാൻ പറയുന്നത്. കിട്ടിയിട്ട് ഞാൻ ഉടായിപ്പാ ഞാൻ ചിന്തിക്കുന്നതാണ് 24 മണിക്കൂർ എന്നല്ലേ പറഞ്ഞു. ഇവരെപ്പോഴായിരിക്കും മേടിച്ചത്? ഞാൻ എഴുതി വെച്ച സമയം. മനസ്സിലാകുന്നത് മനുഷ്യനാണ്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, എത്രയൊക്കെയാണെങ്കിലും നമ്മളിത് ചില സമയത്ത് വിശ്വസിക്കത്തില്ല. അതായത് നമ്മളെ പറയുന്ന ആളെ ഒന്നുകൂടി ഒന്ന് കബളിപ്പിക്കുക. എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ, നീ പറഞ്ഞിട്ടല്ല, എനിക്കിതൊക്കെ കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, അത് കിട്ടിയതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇത് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം ചെയ്തൊരു സാധനമാണ്. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ മേലെ പറഞ്ഞു എനിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, എനിക്ക് ഉറപ്പായിരുന്നു. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇപ്പം മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അടുത്ത് ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ലാസ്റ്റിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല, കാര്യം ആഗ്രഹിച്ചാൽ എനിക്ക് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പ്, അതാണ് നമ്മൾ പല ടെക്നിക്സിലൂടെയും നമ്മളെ ബ്രെയിനിലേക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്കൊരു ഉറപ്പുള്ള കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുമോ? ഇല്ലല്ലോ. അത് ഉറപ്പാണ് എനിക്ക് വരും. പല ആളുകൾക്ക് ആ ഉറപ്പില്ല. എന്തുകൊണ്ട്? ബഗ് കയറി കിടക്കുകയാണ്. ഈ പറയുന്ന സാധനം അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ ബഗ് കയറി കിടക്കുകയാണ്. നമ്മൾ ഈ ബഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ കാണുന്നില്ല, കാണുന്നതൊക്കെ വേറെയാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കിത് ഉറപ്പാണ്, ഓക്കെ, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്നാലും ഞാൻ സമയം ഒന്ന് നോക്കി. അതെന്തിനാണ് ഈ ഇന്റർവ്യൂവില് എന്നെ ഇട്ടിട്ടൊന്ന് എന്താക്കണം, ഒന്ന് ഉരയ്ക്കണം. ആ ഉരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സമയം നോക്കിയെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അവിടെ അൾട്ടിമേറ്റ്ലി
ഇവിടെ വർക്ക് ചെയ്തത് ഞാനല്ല, ഇവിടെ വർക്ക് ചെയ്തത് യൂണിവേഴ്സ് അല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്തത്. മനസ്സിലായി? അതിൽ ആരോ ഒരാൾ അതിന്റെ അടിയിൽ കമന്റ് ഇട്ട് എന്താ 500 രൂപ എനിക്ക് കിട്ടിയെന്നോ എന്തോ അങ്ങനെ എന്തോ ഒരു കമന്റ് ഇട്ട്, ചേട്ടൻ അതിന് തിരിച്ചൊരു കമന്റ് എന്തോ ഒരു കമന്റ് ഇട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ശരിക്കും ആ കമന്റ് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും എനിക്കും കൂടെ എഴുതി വെക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ചേട്ടനെ വിളിക്കാന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു ദിവസം ഞാനിങ്ങനെ ഒരാളുടെ ഒരു 3-6-9 എന്ന് പറഞ്ഞിട്ടൊരു മാനിഫെസ്റ്റേഷൻ, ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഇത് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ആദ്യം, അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, 3-6-9 പ്രാക്ടീസ്, ഇതൊക്കെ സിമ്പിളാണ്. നമ്മളുടെ ബ്രെയിനിനകത്തുള്ള സെല്ലുകൾ, ന്യൂറോൺസ്, ഓക്കെ, ഈ ന്യൂറോൺസിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മൾ പറയുമല്ലോ തലവര, എൻ്റെ തലവര ഇതായിപ്പോയി എന്ന് പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടലവര എന്നൊക്കെ പറയുമല്ലോ. ഈ തലവര എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ എന്താണോ അതേ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജെറ്റ് സ്വന്തമാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം കാന്താര 2 ഇറങ്ങിയപ്പോൾ ഋഷഭ് ഷെട്ടി പണ്ട് സഞ്ചരിച്ച സ്പ്ലെൻഡർ ബൈക്കിൽ പോയതും ഇപ്പം പ്രൈവറ്റ് ജെറ്റിൽ പോയതും കാണിച്ചല്ലോ. ഋഷഭ് ഷെട്ടി ആ ക്യാരക്ടറിലേക്ക് ഉയർന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ 3-6-9 പ്രാക്ടീസ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, എഫർമേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അവിടെ എൻ്റെ കണ്ടൻറ്റിൽ ഒരുപാട് ടെക്നിക്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ ക്യാരക്ടറിനെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഈ പ്ലാസ്റ്റിസിറ്റിയെ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, പോസിറ്റീവ്ലി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്, ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമേ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ശരിക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എനിക്കത് വേണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എനിക്കത് തന്നതിന് നന്ദി, അതാണല്ലോ ഫസ്റ്റ് നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ തന്നതിന് നന്ദി എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിൻ, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ്. ഓക്കെ, നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നമ്മളുടെ ഉറപ്പാണിത്. നമുക്ക് എന്ത് ഉറപ്പുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഇപ്പം ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പില്ലായിരുന്നു. ഒന്ന് വേറൊരു ചാനലിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സാധനം മനസ്സിൽ ഉറച്ച് കണ്ടിട്ടില്ലായിരുന്നോ? ഈ ഇന്റർവ്യൂസ് ഒക്കെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇന്റർവ്യൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ വിശ്വാസമേ ഇല്ലായിരുന്നു. സത്യം, ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അതായത് ഞാൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുമെന്നോ, ഇതുപോലെ ആൾക്കാരെ ചെയ്യുമെന്നോ, എന്റെ ചാനൽ 1 lakh അടിക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കിതിൽ നിലനിൽക്കണം. ഞാൻ ഫസ്റ്റ് ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, എനിക്കിതല്ലാണ്ട് വേറൊരു പണി അറിയത്തില്ല. അറിയാതിരിക്കാം, പക്ഷെ ഇതാണ് ഇഷ്ടം. ഇത് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ അതിൽ നിങ്ങൾ പാഷനേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല. ഓക്കെ, അതിനെ കൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ലായിരുന്നോ? നിങ്ങൾ എവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് ട്രിഗർ ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്ത എന്താ? നിങ്ങളിപ്പോ എന്നെ ഇവിടേക്ക് എന്നെ വിളിച്ചു, ഒരു പരിചയമില്ലാത്ത എന്നെ വിളിച്ചു. ഓക്കെ, വിളിച്ച സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ബ്ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നോ നമ്മളുടെ ഈ ഇന്റർവ്യൂ? ഇതാണ് മാനിഫെസ്റ്റേഷൻ. സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ് മാനിഫെസ്റ്റേഷൻ. മനസ്സിലായില്ലേ? ഞാൻ ഇതിനെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നോക്കി. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ, ഓക്കെ, ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കി. കാര്യം ഞാൻ എൻ്റെ ചാനല്, ഞാൻ എൻ്റെ കണ്ടന്റ് ഇങ്ങനെ പോവുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്ട്രോങ് ആയി നിങ്ങൾ മൈൻഡ് കണ്ടതിനെ കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. തീർച്ചയായും നമ്മൾ എത്രയോ തവണ അത് മാറ്റി. പക്ഷെ നിങ്ങളത് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റിപ്പീറ്റഡ്ലി നിങ്ങളുടെ ഉൾക്കൊണ്ട് മാർക്കറ്റ് വാല്യൂ കണ്ടിരുന്നു, അതൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്തല്ലോ, റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്തല്ലോ. അതാണ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നാളെ അതൊരു എനിക്ക് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. 365 ദിവസം കൊണ്ട് 100K ആവുന്ന ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആളാ. ഓക്കെ, ആ 100K ആവുന്ന സമയത്ത് എനിക്ക് എത്ര ക്ലയന്റ് കൺവേർട്ട് ആവും എന്നുള്ളത് ഞാൻ 100% പ്ലാൻഡ് ആയിരുന്നു. എന്ന് ഞാൻ 1,00,000 ആളുകളെ പഠിപ്പിച്ച് കഴിയും എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10,000-ലേറെ ആളുകളെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞു.
1,00,000 ആളുകളെ എന്ന് പഠിപ്പിച്ച് തീരും എന്നുള്ളത് ഞാൻ പ്ലാൻഡാണ്. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് കോൺഫിഡൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പം എന്നെ സംബന്ധിച്ചാണ് കേട്ടോ പറയുന്നത്, എന്നെ പോലെ ദുർബല മനസ്ഥിതിയുള്ള, എപ്പോൾ വേണേലും ചാഞ്ചാടാവുന്ന, എപ്പോൾ വേണേലും ദേഷ്യം വരാവുന്ന, പൊട്ടിക്കരയാവുന്ന മനുഷ്യരെ കുറിച്ചാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം എൻ്റെ അപ്പോൾ ബാബു രാമേന്ദ്രൻ ചേട്ടൻ ചാനൽ തുടങ്ങി. പുള്ളി ഞങ്ങളെ കാണാൻ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വന്നു, ഞാൻ രജനീഷിനെ കണ്ടൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ചാനൽ തുടങ്ങി. ഞങ്ങൾ അതിശയിച്ചു പോയി. അപ്പോൾ പുള്ളി തുടങ്ങി 3-ന്റെ അന്ന് പുള്ളിക്ക് 1 lakh അടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടങ്ങാൻ ചെല്ലുമ്പോൾ ദൈവമേ, നമ്മുടെ മനസ്സാണ് കേട്ടോ, നമ്മുടെ മനസ്സാണ്. ഞാനാണെങ്കിൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം, ഇനി ഓർക്കോ എനിക്ക് 1,00,000 അടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ എൻ്റെ റൂംമേറ്റ് എന്നോടൊരു വർത്തമാനം പറഞ്ഞു, എടി 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടിക്കുന്നത്, നീ സമാധാനപ്പെടും, ചിലപ്പോൾ നാളെ അടിക്കാം. മറ്റേ ഡോക്ടർമാർ പറഞ്ഞല്ലോ, കോമയിൽ നിന്ന് നാളെ അടിക്കാം, ചിലപ്പോൾ എണീറ്റിൽ തരാം, നീ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തു. ഒരു 5 months ആയപ്പോഴത്തേക്ക് എനിക്ക് അടിക്കേണ്ടതായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ചാനലങ്ങ് ഡൗൺ ആയി. ഞാൻ അതിൻ്റെ അപ്പുറം ഡൗൺ ആയി, നിർത്താമെന്നൊക്കെ വിചാരിച്ച്. എന്നിട്ട് ഞാൻ 1 lakh അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സന്തോഷം പോലും സെക്കൻഡ്സ് പോലും നിന്നില്ല. കാരണം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയി. എൻ്റെ ചാനലിൻ്റെ എൻജോയ്മെൻ്റ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറയണത്, എന്നെപ്പോലുള്ള ദുർബല മനുഷ്യർ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും ചില നിമിഷം ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. അതായത് നമുക്കെല്ലാം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈസി ആയിട്ട് കിട്ടണം. ഇന്ന് തുടങ്ങി നാളെ 1,00,000, മറ്റന്നാൾ 1 million. മനസ്സിലായി? അതൊരു ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്താ നടക്കാത്തേ? ഫ്രീക്വൻസി എന്ന് പറയും. ഇപ്പം നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. എന്ത് കാര്യത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് റിലേഷൻഷിപ്പ് ആവാം, വെൽത്ത് ആകാം, ഹാപ്പിനെസ് ആകാം, ഓക്കെ, എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മളുടെ ഫ്രീക്വൻസി താഴുവപ്പോഴാണ് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിലേക്ക് വരുന്ന സമയത്താണ്. ഓക്കെ, പോസിറ്റീവ് ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും സിമ്പിളായിട്ട് നടക്കുക എവിടെയാണെന്നറിയോ? നമ്മൾ പീസ് ഓഫ് മൈൻഡിലാണ്, സമാധാനത്തോടു കൂടി നമ്മൾ എന്ത് ചിന്തിക്കുന്നു അവിടെയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഈ ദുർബല മനുഷ്യർ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ദുർബലയല്ലായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾ അല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു ക്യാരക്ടറിനെ ഓൾറെഡി ഫോം ചെയ്തിരുന്നു ത്രൂ യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നിങ്ങൾക്ക് ക്യാമറ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ? നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? അല്ല, നിങ്ങൾ എത്രയോ കാലമായിട്ട് മൾട്ടിപ്പിൾ ചാനലിലൂടെ നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾ അറിയാതെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ഇതെന്താണ് നമുക്ക് അറിഞ്ഞോളണമെന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ റിതേഷ് അഗർവാൾ 21ാമത്തെ വയസ്സിൽ ബില്യണർ ആയത് പുള്ളി അറിഞ്ഞിട്ടാണോ? പുള്ളി അതിലേക്ക് അൺഎക്സ്പെക്റ്റഡ്ലി, സ്പിരിച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി പാസ്റ്റ് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇങ്ങടേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ലൈഫിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കാം എന്നൊക്കെ പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന അങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ പുള്ളി ഈ ജന്മത്തിൽ ജനിച്ചപ്പോൾ പുള്ളിക്ക് നെഗറ്റീവ് ഒന്ന് തിങ്ക് ചെയ്യാനുള്ള സമയം പുള്ളി കൊടുത്തില്ല. പുള്ളി നെഗറ്റീവ് അടിക്കുമ്പോഴേക്കും ഈ പറയുന്ന പുള്ളിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് പുള്ളി ഈ പറഞ്ഞിട്ടുള്ള സാധനം തുടങ്ങുമെന്ന് 100% ഉറപ്പിച്ചിട്ട്, തുടങ്ങുമെന്ന് 100% ഉറപ്പിച്ചിട്ട് പുള്ളി നിൽക്കുന്ന സ്ഥലത്തുനിന്നും നേരെ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയി തുടങ്ങി. ആ കോൺഫിഡൻസ് ആൾക്കുണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു? ഒരു ക്യാമറ കണ്ടാൽ പേടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? പിന്നെ അല്ല, തുടക്കത്തിലല്ല, ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇല്ല. കാര്യം ക്യാരക്ടർ ഓൾറെഡി ബിൽഡ് ചെയ്തു നിങ്ങൾ. പിന്നെ 1,00,000 എന്നടിക്കും 1,00,000 എന്നടിക്കുന്നേ ചോദിച്ചിട്ടുള്ളൂ. 3 ദിവസം കൊണ്ടോ 6 ദിവസം കൊണ്ടോ എന്നുള്ള സംശയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. 1,00,000 അടിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? അത് അതിനുകൊണ്ട് 1,00,000 വന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇമോഷൻ താഴത്തോട്ടേക്ക് പോകുന്ന സമയത്ത് ഫ്രീക്വൻസി താഴത്തോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോൾ റീച്ച് കുറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന ഇമോഷനെ നമുക്ക് ഉയർത്തി വയ്ക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രശ്നങ്ങൾ ജീവിതത്തിൽ, മനുഷ്യനായിട്ട് ജനിച്ചോ 2 പഞ്ഞി മൂക്കിൽ വെക്കുന്നതുവരെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളടത്ത് മാത്രമാണ്. പ്രശ്നങ്ങളുണ്ടാവും, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും. അത് പരീക്ഷണങ്ങളായിരിക്കും. ആ പരീക്ഷണത്തിൽ വിജയിച്ചാലേ നമുക്ക് അടുത്ത സാധനം നമുക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ ഒരു പ്രശ്നം പറയാൻ വിളിച്ചാൽ, അതായത്
അതെ എനിക്ക് ഇതാണെന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തൊന്ന് പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഫീല് പോലും ഇല്ല. നമുക്ക് അവരോട് പുല്ല് എൻ്റെ ഒന്നുമല്ല, ഈ പ്രശ്നമാണ് എനിക്ക് പ്രശ്നം, മനസ്സിലായോ? നമ്മളെന്തോ തലച്ചവടുമായിട്ട് പ്രശ്നം കൊണ്ട് വന്ന് ഈ ഒരൊറ്റ ഡയലോഗിൽ ഇത് വേണ്ടായിരുന്നു ഇവനോട്. പക്ഷെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ ചെന്നിട്ട് ചുമ്മാ പറഞ്ഞാല അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒന്നും നോക്കത്തില്ല, ആ ഒരു വേർഡ് നമുക്ക് ആ ഒരു നിമിഷം നമുക്ക് തരുന്നൊരു റിലീഫുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരാളാണ്. ഞാൻ പറഞ്ഞു ഈ ചാനൽ തുടങ്ങുന്നതിനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന പ്രാക്ടീസ് ഞാൻ ചെയ്യാറുണ്ട്. ഏത് മാനിഫെസ്റ്റേഷൻ അല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കാതെ ഓക്കെ ഇത് വന്നല്ലോ എങ്കിൽ നെക്സ്റ്റ് എന്തോ ഒന്ന് വരാനുണ്ട്, അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ നീ എന്താ പറയുക കെയർഫുൾ ആവണം, അതിലെന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ നിനക്കത് കിട്ടില്ല, അങ്ങനെ. അതായത് അത് പറയാൻ ഞാനെടുത്ത കുറേ സമയങ്ങളുണ്ട്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് മാത്രം എന്തായാലും നമ്മൾ യൂണിവേഴ്സിനെ പഠിക്കുന്നതിന് മുമ്പ് പറയില്ലേ എനിക്ക് മാത്രമാണേ ഒന്നുമില്ലാത്ത, എനിക്ക് മാത്രം. പക്ഷെ നമുക്കുള്ള കിട്ടിയിട്ടുള്ള എന്താ പറയുക, നമ്മൾ പറയുക ബ്ലെസ്സിങ്സിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. ബ്ലെസ്സിങ് അല്ല, അതിനങ്ങനെയല്ലേ പറയുന്നത്, അച്ചീവ്മെന്റ്സ്, അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. പകരം എനിക്ക് ഇല്ലായ്മകളെ കുറിച്ച് മുഴുക്കെ അങ്ങ് ചിന്തിക്കുന്നു, അപ്പം ഭയങ്കരമായിട്ടും കരയുന്നു, ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാനിപ്പോൾ അത് മാറി. ഇപ്പം ഇങ്ങനെയാണ് ഭൂരിഭാഗം മനുഷ്യന്മാരും. അതായത് അവർക്ക് എന്തൊക്കെ വിജയങ്ങളുണ്ടോ ആ വിജയങ്ങളിൽ അവർ, അതായത് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരും അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര റിച്ച് ആയിരിക്കും, നമ്മൾ പണ്ടെങ്ങാണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും, വേണമെങ്കിൽ സ്കൂളിൽ പോയപ്പോൾ നിക്കറേ മുള്ളിയിട്ടുണ്ടാവും. ഇപ്പോഴും ആ കഥയായിരിക്കും പറയുന്നത്. ട്രോമാസ്, പാസ്റ്റ് ലൈഫ് ട്രോമാസ് എന്ന് പറയും. ഇതാണ് പല ആളുകളും ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് സക്സസ്സിലേക്ക് പോകാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അത് വലിയ കാര്യം ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. ചെറുപ്പത്തിൽ നമ്മളുടെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ടീച്ചർ നമ്മളെ കളിയാക്കിയത് മതിയാവും, അത് മതിയാകും. അല്ലെങ്കിൽ പാരൻസ് നമ്മളോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞത്, ഇത് ഉള്ളിൽ കിടന്നിട്ട് അതിനെങ്ങനെ എന്താ പറയുക പരുവപ്പെടുത്തി ഒരു ബിൽഡിംഗ് ആക്കി എടുക്കാൻ നമുക്ക് അത്രമേൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബ്ലെസ്സിങ്സും പ്രശ്നങ്ങളും. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ബാങ്ക് ജപ്തിക്കടക്കം വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ബിസിനസ് എൻ്റെ ഫസ്റ്റിലത്തെ ബിസിനസ് തകർന്നിട്ട്. എനിക്ക് ഫുട്വെയർ മാനുഫാക്ചറിങ് യൂണിറ്റും ഉണ്ടായിരുന്നു, ഹോൾസെയിൽ ഏജൻസി ഉണ്ടായിരുന്നു. ഓക്കെ, വലിയ ഗ്രോത്ത് ഉണ്ടായതാ. പക്ഷെ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് സക്സസ്സിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ മുന്നേ ഒന്നോ രണ്ടോ തവണ നമ്മൾ വീഴും. ആ ഒരു വീഴ്ച എൻ്റെത് വലിയ വീഴ്ചയായിരുന്നു. എൻ്റെ 27ാമത്തെ വയസ്സിലാണ് ഞാൻ ആ വീഴ്ച വീണത്. ഏകദേശം 1 കോടിയോളം ബാധ്യത. 1 കോടിയോ? ആ, അതിൻ്റെ ഇടയിൽ എനിക്ക് ബമ്പർ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഏത് ഈ ബാധ്യതയുടെ സമയത്ത്? ബാധ്യതയുടെ മുന്നേ എനിക്ക് എന്ന് പറഞ്ഞ ഒരു ചെരുപ്പിൻ്റെ കമ്പനിയിൽ നിന്ന് ഉള്ള നറുക്കെടുപ്പിൽ, ഓൾ ഇന്ത്യ നറുക്കെടുപ്പിൽ വാഗനാർ കാർ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ചുമരുമ്മിൽ ഈ പറയുന്ന വാഗനാർ കാർ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താ. ഓക്കെ, അതെനിക്ക് എൻ്റെ 20കളിൽ എനിക്ക് വന്നിരിക്കുന്നത് ടാഗോർ ഹാളിൽ വെച്ചിട്ട്, കാലിക്കറ്റ് ടാഗോർ ഹാളിൽ വെച്ചിട്ടാണ് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ എത്തി. മൾട്ടിപ്പിൾ റീസൺസ് ആണ്. കോവിഡ്, അതിനു മുന്നേ ഡിമോണിറ്റൈസേഷൻ, അതിനു മുന്നേ ഫ്ലഡ്, അതിനു മുന്നേ റിസഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ഫെയിലിയർ ആവാൻ കാരണം. ഞാനിങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ട്രിഗറിങ് ഉണ്ടായിരുന്നു. പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിക്കൊക്കെ വലിയ പേടിയായിരുന്നു, എൻ്റെ അമ്മയ്ക്കൊക്കെ വലിയ പേടിയായിരുന്നു. കാര്യം പൈസ ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് പേടിയായിരുന്നു, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും പേടിയായിരുന്നു. അത് ഇവർക്കൊക്കെ പേടിയായതിനെ കൊണ്ട് തന്നെ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതെന്ന് പൊട്ടും. മനസ്സിലായല്ലേ? കൃത്യമായിട്ട് തകർന്നു വീണു. ഫോൺ എടുക്കാൻ പേടിയായിരുന്നു. രാവിലെ എണീക്കുന്ന സമയത്ത് സൂര്യൻ ഉദിക്കരുത് എന്ന് ചിന്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഒരു തിരിച്ചറിവ് നടത്തിയിട്ട് വീണ്ടും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എടുത്ത്, നമ്മൾ ഈ പറഞ്ഞ പണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈഗോയും അഹങ്കാരമൊക്കെ ഇങ്ങനെ വന്ന് തലയ്ക്ക് മേലെ കയറുമല്ലോ. ഇതൊക്കെ വന്നതാണ് ആ സമയത്ത്. ഓക്കെ, ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടി പിടി ദേഷ്യം
മൂക്കത്ത് കോപം എന്നൊക്കെ പറഞ്ഞ പോലത്തുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പീക്ക് ലെവലായിരുന്നു. പണമുണ്ടല്ലോ, പിന്നെ എന്തോ ആവാലോ. പണമുണ്ട്, സൗഹൃദങ്ങളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ഇതൊക്കെ കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചില അഹങ്കാരം ഉണ്ടാവുമല്ലോ, ചില നമ്മൾക്ക് ദേഷ്യം, നമ്മളുടെ ആ ട്രിഗറിങ് നെഗറ്റീവ് ഇമോഷൻസിൻ്റെ എല്ലാ ട്രിഗറിങ്സും പുറത്തോട്ടേക്കുണ്ടായിരുന്നു. ഈ ട്രിഗറിങ്സ് നമ്മളെ അൾട്ടിമേറ്റ് ഫെയിലിയറിലേക്ക് എത്തിച്ചു. എന്തുണ്ടായി ഗുണം? നമ്മൾ ഇവിടെയാണ് ഇങ്ങനത്തെ ഒരു ഫെയിലിയറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ലേണിങ്സ് എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് MBA എടുത്താൽ ഈ എക്സ്പീരിയൻസ് കിട്ടുമോ? ഇല്ല, കിട്ടില്ലല്ലോ. ഇല്ല. ഞാൻ ആ എക്സ്പീരിയൻസ് ആണ് എടുത്തത്. എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഏട്ടാ സുഖമല്ലേ? അപ്പോൾ ഞാൻ പറയും, എന്ത് സുഖമാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചീത്തതായിട്ടൊന്നും ചിന്തിക്കരുത് കേട്ടോ, ചീത്തതായിട്ടോ, സൂയിസൈഡ് ഒന്നും ചെയ്യരുത് കേട്ടോ. അതെനിക്ക് പറഞ്ഞു വന്നപ്പോൾ വലിയ വലിയ ബാധ്യതയിലാണല്ലോ നിൽക്കുന്നത്. സൂയിസൈഡോ? ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോഴും ഞാൻ ഇതിന്ന് എങ്ങനെ റിക്കവർ ആവാം. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത് എന്ത് പാളിച്ചകൾ പറ്റി കൂടുതൽ ഞാൻ ഒരു മിനിറ്റ്. ഈ ആളുകൾ പെട്ടെന്ന് സൂയിസൈഡാണ് ചിന്തിക്കുന്നത്. അത് പെങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഫെയിലിയർ ആയി. കാരണം നിങ്ങളത് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അതിനൊരു കാരണം കൂടി എനിക്ക് പറഞ്ഞു തരണം. കാരണം അതിന്റെ വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. അതിന്റെ അൾട്ടിമേറ്റ് കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 16-ാമത്തെ വയസ്സ് തൊട്ടിട്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ വായിച്ച ബുക്കുകൾ, എന്നോട് പല ആളുകളും പറയുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ഇങ്ങനെ വൈഡ് ക്യാൻവാസിലുള്ള കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല. എനിക്ക് വേണമെന്ന് തോന്നുന്നതേ ഞാൻ കാണുള്ളൂ, എനിക്ക് വേണമെന്ന് തോന്നുന്നതേ ഞാൻ വായിക്കുള്ളൂ, എനിക്ക് വേണമെന്ന് തോന്നുന്നതേ ഞാൻ ഓർത്തും വയ്ക്കുള്ളൂ. ഓക്കെ, അതെല്ലാം ഈ പറയുന്ന ഇതിലെനിക്ക് സംശയമില്ലായിരുന്നു. ഈ പറയുന്ന പഠിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലും എനിക്ക് 0% ഡൗട്ടില്ലായിരുന്നു. മനസ്സിലായില്ല, എനിക്ക് ഒരു ഡൗട്ട് ഇതിൻ്റെ മേലല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്തും ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ, ജീവിതത്തിൽ അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? വീണിട്ടുണ്ട്. ഓക്കെ, വീഴ്ചേൻ്റെ ആഘാതം കൂടുതലുള്ള ആൾക്കാരൊക്കെ അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവൻ്റെ വീഴ്ചയുടെ ആഘാതം കുറവായി പോയോ എന്തായിരുന്നു എൻ്റെ തോട്ട്. മനസ്സിലായില്ലോ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ലായിരുന്നു. പ്രശ്നമുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനെ ഈ തലത്തിലാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടിയും കോവിഡ് സിനാരിയോ വന്നു ആ സമയത്ത്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സിലേക്കൊക്കെ റീച്ച് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായി ഒന്നുകൂടിയും. കാര്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവരെയൊക്കെ ആയിട്ട് റീച്ച് ചെയ്യാൻ. അപ്പം ഞാൻ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. സോ ഇതൊക്കെ എൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ റീബിൽഡ് ചെയ്യായിരുന്നു. ചൊട്ടയിലെ ശീലം ചുടല വരെയല്ല. ഞാനവിടെ ആ സമയത്തും ഈ പറയുന്ന സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. വേറെ ഒന്നിലും പരിതപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ലയബിലിറ്റീനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ എൻ്റെ അസറ്റിനെ ബിൽഡ് ചെയ്യാമെന്ന് അപ്പം ചിന്തിച്ചിട്ടുള്ളൂ. ഈ രണ്ട് ചിന്തയുടെ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, കടം എങ്ങനെ തീർക്കുമെന്ന് ചിന്തിച്ചില്ല, എൻ്റെ വരുമാനം എങ്ങനെ കൂട്ടാന്ന് ചിന്തിച്ചു. എൻ്റെ അസറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അസറ്റിൻ്റെ വരുമാനം ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ അസറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ കൊണ്ട് തന്നെ എൻ്റെ അസറ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനസ്സിലായല്ലേ? എൻ്റെ ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി 0 ആയി. 1 കോടി എന്നുള്ളത് പിന്നെ മനസ്സിലായില്ലേ? അത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സ് ഒരുക്കും എന്ന് പറഞ്ഞില്ലേ? യൂണിവേഴ്സ് എന്താ പറയുക, പ്രപഞ്ചം അതിനുള്ള ആളുകളെ ഒരുക്കി തരും. പൗലോ കൊയ്ലോ പറഞ്ഞു എന്നാണ് പറയുന്നത്. പൗലോ കൊയ്ലോ പറയുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പതഞ്ജലി തോട്ട്സ് യോഗാസൂത്രയിൽ പതഞ്ജലി അത് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് പുറത്തോട്ടേക്ക് വരും. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലും ഇങ്ങനെ ചിന്തിക്കാൻ കുറച്ച് കടുപ്പാണ്. ആ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്നാലും എനിക്ക് എന്തായിരിക്കും ഇത് എന്നൊക്കെ കയറി വരും. ആ കയറി വരുന്നതിൻ്റെ സമയം കൂട്ടി കൊടുക്കരുത്. അതിനെ പെട്ടെന്ന് അടിച്ച് താഴ്ത്തിയിട്ട് ഇതിന് മേലെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലുതെന്തോ വരാനുണ്ട്, വലിയതാണ് എനിക്ക് കിട്ടാനുള്ളത്. ഇതിലെ ഈ ചുറ്റും നിൽക്കുന്നവരുടെ വാക്കുകൾ നമുക്ക് ഭയങ്കര, അതായത് പല ആളുകളും, പല സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, കുടുംബജീവിതം തകരുന്നത്, ആത്മഹത്യ എന്നെല്ലാം കാരണം നമ്മളെ ഡെവലപ്പ് ചെയ്യും. എങ്ങനെ? സാരമില്ലടാ പോട്ടെ, നിനക്ക് പറ്റി, ഇത് നിന്നെ സംബന്ധിച്ച് നിൻ്റെ കൂടെയുള്ളവർ ഇതിലും കഷ്ടമായിരിക്കും, നീ ഓക്കെയാണ്, നീ
അപ്പോൾ ഈ കൂടെയുള്ള നമ്മുടെ മറ്റുള്ള ഇൻക്ലൂഡഡ് നമ്മുടെ പേരൻസ്, വേറെ ആരും ഞാൻ പറയത്തില്ല, ഒരു കമ്പാരിസൺ നടത്തും. ചിലപ്പോൾ പറയും, അയ്യോ എൻ്റെ മകന് മാത്രം എന്താ ഇങ്ങനെ വന്നേ, അയ്യോ എൻ്റെ കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ കുഞ്ഞിന് ഒന്നുമില്ലല്ലോ. ഇപ്പം ഡിവോഴ്സ് ആണെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞിനെ അവൻ ഇട്ടിട്ട് പോയല്ലോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, നമ്മളുടെ പേരിൽ സ്നേഹമാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ലവ്. ഇതൊരു തരം നമ്മളൊന്നുമല്ല എന്നുള്ള അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു വേറൊരു ഇതാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഓർത്ത് കരയുവാണല്ലോ, എൻ്റെ കൂടപ്പറപ്പുകൾ, അതായത് ഈ സോ കോൾഡ് സൊസൈറ്റിയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു വിലയില്ലല്ലോ. മനസ്സിലായോ? ഈ സറൗണ്ടിങ്ങിൽ നിൽക്കുന്നവരെ ഈ ഒരു നെഗറ്റീവും കൂടെ നമുക്ക് എങ്ങനെ പിഴുതെറിയാം. എനിക്ക് അതാണ് അറിയണം. എനിക്കത് മാറ്റി നിർത്തണം, അവരെനിക്ക് പിഴുതെറിഞ്ഞാൽ മതി. അസോസിയേഷൻ വലിയ പ്രധാനപ്പെട്ടുള്ള ഘടകമാണ്. നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിൽ നിന്ന് നമ്മൾ വീണു, ഓക്കെ, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽട്രേഷൻ സംഭവിക്കും നമ്മളുടെ അസോസിയേഷനിൽ, അല്ലേ? വീണിട്ടുണ്ടോ ഇതിനു മുന്നേ? പിന്നെ അപ്പോൾ പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളാണോ ഈ വീണ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ലല്ലോ. ഒരു ഫിൽട്രേഷൻ സംഭവിക്കും, ഓക്കെ. അപ്പം നല്ലതാര് എന്നുള്ള ഒരു ഫിൽട്രേഷൻ അവിടെ സംഭവിക്കും. പിന്നെയും നമ്മൾ കുറേ ആളുകളൊക്കെ കണക്ട് ചെയ്യും. നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഈ എന്താണോ വേണ്ടുന്നത് അത് നമ്മളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടാവുക. വിശ്വാസമല്ല, ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടാവുക എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും എനിക്കുള്ളതാണ് എന്നുള്ളത്. അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ കൊണ്ടുവരണം. ഓക്കെ, ഈ വഴിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഗോൾ ആയല്ലോ, ലക്ഷ്യമായല്ലോ. ഇപ്പം ജാപ്പനീസ് ടെക്നിക്ക് ഉണ്ടല്ലോ, ഇക്കിഗൈയിൽ പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ലക്ഷ്യം നിർവചിക്കുക എന്നുള്ളതാണ്, പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അത് സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന സമയത്തും നമ്മളിവിടെ ജനിച്ചതിന് ഒരു പേർപ്പസ് ഉണ്ട്, അല്ലേ? ഇവിടെ ചുമ്മാ ഒരു 100 കൊല്ലം വെറുതെ വന്നതാണോ? വെറുതെ വന്നതാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതായി പോകുന്നത്. എനിക്ക് ആ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നു, നായകനാവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നായകനായിരിക്കും. അപ്പൊ ഞങ്ങൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, നിങ്ങളും തീരുമാനിക്കണം. ബെസ്റ്റ് ആക്ടർ നമ്മൾ തീരുമാനിച്ചാൽ മതി. മറ്റേ ഡയലോഗ് ഇല്ലേ, മറ്റേ പടത്തിൽ വിഷ്ണു പറഞ്ഞത്, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. അത് ഞാൻ മാത്രം വിചാരിച്ചില്ല, നിങ്ങളും വിചാരിക്കണം. അതായത് നമ്മള് സറൗണ്ടിങ്സിനെയാണ് പഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ ഈ ഒരു ഫിൽട്രേഷൻ ഇങ്ങനത്തെ സമയങ്ങളിൽ സംഭവിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളായിട്ട് തീരുമാനിക്കണം, എൻ്റെ മൂല്യവുമായിട്ട്, എൻ്റെ പാഷനുമായിട്ട്, എൻ്റെ ലക്ഷ്യവുമായിട്ട് ബന്ധമുള്ള ആളുകളാണോ എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ റിപ്പീറ്റഡ്ലി കണക്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ റിപ്പീറ്റഡ്ലി കാണുന്ന ചാനലുകൾ, ഞാൻ റിപ്പീറ്റഡ്ലി വായിക്കുന്ന ബുക്കുകൾ. കാര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രിൻ്റ് ആവും, അത് നിങ്ങളുടെ ക്യാരക്ടറാകും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഴുതെറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലക്ഷ്യവുമായിട്ട്, നമ്മളുടെ എത്തിക്സുമായിട്ട്, നമ്മളുടെ വാല്യൂസുമായിട്ട്, നമുക്ക് വേണ്ടുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ പറയും നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ വരുമാനത്തിൻ്റെ ആവറേജാണ് നിങ്ങളുടെ വരുമാനം എന്നുള്ളത്. ശരിയല്ലേ? അല്ലേ? അതെ. നമ്മുടെ വരുമാനം കൂടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സന്തോഷം കൂടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യം കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഹാപ്പിനെസ് കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ 5 സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിഴുതെറിഞ്ഞോളൂ. പല ആളുകൾക്ക് അതൊരു വിഷമമായിരിക്കും. അറ്റ്ലീസ്റ്റ് പിഴുതെറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന വാല്യൂസിലേക്ക് ഇതിലേക്കുള്ള ആളുകളെ കൊണ്ടുവരിക, ഇവരോട് ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ലിമിറ്റ്, ഒരു ബ്രിഡ്ജ്, ഒരു മതിൽ മുന്നിൽ കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്നിട്ട് നമ്മളുടെ എല്ലാതും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ ഫ്രീക്വൻസിനേക്കാളും താഴ്ന്നിട്ടുള്ള ആളുകളോട് സംസാരിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ഓറ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഉള്ള ഒരാളാണ്, അവർ സ്വാഭാവികമായിട്ട് നമ്മളോട് പരദൂഷണമായിരിക്കും പറയുക, അല്ലേ? ആ പരദൂഷണം പറയുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യും, 3ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യും അവർ നമ്മളോട്. പിന്നീട് അവർ പറയാതാവും. പിന്നീട് നമ്മളോട് അവർ പറയില്ല, അവർ വേറെ ആളെ കണ്ടുപിടിച്ചിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് അവിടെ പോയി കൂടിക്കോളും.
നമ്മളിടുന്ന അവരില്ലാതെ എത്രയുള്ള പിഴുതറിയാനുള്ള ആകെ മാർഗം. സത്യമാണ് അത്. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ പേരൻസ് പോലും ഈ പല ആൾക്കാരും ഇങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വിഷമഘട്ടങ്ങളിൽ എൻ്റെ പേരൻസ് എന്നെ വിശ്വസിച്ച് കൂടെ നിന്നു. ചിലവർ പറയും എൻ്റെ വിഷമഘട്ടങ്ങളിൽ പേരൻസ് പോലും എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എൻ്റെ വിഷമഘട്ടത്തിൽ എൻ്റെ ഫാമിലിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ മേലെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഈ പറഞ്ഞിട്ടുള്ള വീട്ടിൽ ജപ്തിക്ക് വേണ്ടിയിട്ട് ആൾ വന്ന് കയറുന്ന സമയത്തും അവരോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ മോനോട് സംസാരിച്ചാൽ മതി എന്ന് എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹത്തിനോട് സംസാരിച്ചാൽ മതി. അവർക്ക് എൻ്റെ മേലെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കോൺഫിഡൻസ് അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു, അവരുടെ മേലെ.